ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ടൂർ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ട്രെയിനകത്താണ് പോകുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ്, അവിടെ നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടൂർ പോകാനുള്ളത്. അപ്പോൾ നമ്മുടെ കൊല്ലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 2 ബാച്ചുകാർ മാത്രമേ വരുന്നുള്ളൂ, ബാക്കി ആരും വന്നില്ല. അപ്പോൾ അപ്പുറത്തെ ബോഗിയിൽ മറ്റേ ബാച്ചുകാരുണ്ട്. അപ്പം ഐശ്വര്യയും കുട്ടികളും ചൊക്കിടി ഞാൻ ഭാഗ്യമൊക്കെയാണ് ഇതിനകത്തുള്ളത്. പ്രിജി ബസ്സിനാണ് വരുന്നത്. എല്ലാരും അല്ലെങ്കിൽ ഞാൻ വിളിച്ചപ്പോഴേ അപ്പം നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഇവിടെയാണ് ബസ് വരുമെന്ന് പറഞ്ഞത്. നല്ല ഭംഗിയുള്ളൊരു ക്ഷേത്രമുണ്ട് അവിടെ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറമാണത്. അപ്പം നമ്മൾ പ്രിജി ഇവിടെ വരുമെന്ന് പറഞ്ഞു ബസ്സിൽ. അപ്പോൾ അവിടെ നമ്മൾ അങ്ങോട്ട് വിളിക്കാൻ പോയേക്കുവാണ് ചൊക്കിടി. ഒരു ഹായ് കാണിക്കടി പുല്ലേ. ഓ ലുക്കിലൊക്കെ ആണല്ലേ ആളങ്ങ് മാറിപ്പോയ. നമ്മൾ ബസ്സിൽ കയറി കേട്ടോ. പിന്നെ അങ്ങോട്ട് ഡാൻസോടെ ഡാൻസ് ആയിരുന്നു, പൊളി ഡാൻസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഒരു ചിത്ര എന്ന് പറയുന്നൊരു ഹോട്ടലിൽ അങ്ങോട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ എനിക്കിങ്ങനെ കിളി പോയി ഇരിക്കുമായിരുന്ന കാര്യം, വൊമിറ്റിങ്ങിൻ്റെ ടെൻഡൻസി ഉള്ളത് കൊണ്ട് ഒട്ടും പറ്റിയില്ലായിരുന്നു. ഡാൻസൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് ടയേർഡായി, ഇങ്ങനെ തല ഇങ്ങനെ കറങ്ങുമായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ അജിനെ എടുത്ത് വന്നപ്പോൾ അജിനെ ഇങ്ങനെ മുഖം മറച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിടൂ അവളെ, കൊള്ളാം. അങ്ങനെ അവളെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ ഹോട്ടലിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത്. നല്ല സൂപ്പർ ഹോട്ടലാണ് കേട്ടോ, കാണാൻ നല്ല ഭംഗിയാണ്. അതുപോലെ നല്ല ഭംഗിയുള്ള റേറ്റുമാണ് അവിടുത്തെ. റേറ്റൊക്കെ കണ്ട് ബില്ലൊക്കെ കണ്ട് തലകറക്കം കൂടി എനിക്ക്. അപ്പോൾ ഞാൻ 2 ഗുളിക കഴിച്ചിരുന്നു ആക്ച്വലി. പക്ഷേ എനിക്ക് അബോമിൻ ഗുളികയാണ് ഞാൻ കഴിക്കുന്നത് സാധാരണ. അപ്പോൾ അത് കഴിച്ചാലേ എനിക്ക് ഓക്കെ ആകത്തുള്ളൂ. പക്ഷെ അത് കിട്ടിയില്ല. എഫക്റ്റ് കുറഞ്ഞ ഗുളിക കഴിച്ചതുകൊണ്ട് നല്ല തലകറക്കമായിരുന്നു. പക്ഷേ ഫുഡൊന്നും കഴിച്ചില്ല. അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇവരൊക്കെ നിർബന്ധിച്ചത് കൊണ്ട് ഒരു പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തു. അവരൊക്കെ മസാല ദോശ ചെയ്ത് അതിൻ്റെ പകുതിയേ കഴിച്ചുള്ളൂ. അപ്പം ബില്ലൊക്കെ കണ്ടത്, ഒരു വട 25 രൂപ, ഒരു ചായ 25 രൂപയൊക്കെയാണ് അവിടെ പൊതുവേ റേറ്റ്. അങ്ങനെ നമ്മൾ തിരിച്ചങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഹോട്ടലിൻ്റെ ഫ്രണ്ടൊക്കെ കാണാൻ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിതറയിൽ എന്നും പറയുന്നൊരു സ്ഥലത്ത് വന്നു. അവിടെ മൊത്തം പാറ പ്രദേശമാണ് കേട്ടോ. റബ്ബർ എസ്റ്റേറ്റാണ് ഇപ്പുറത്ത്, താഴമാണ് കേട്ടോ അവിടെ. പിന്നെ ഇങ്ങനത്തെ പാറയാണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ, അപ്പോൾ എനിക്ക് ഒട്ടും വയ്യാണ്ടായി. അപ്പോൾ ഞാൻ ഇങ്ങനെ ഗുളിക ചോദിച്ചപ്പം സാറ് പറഞ്ഞു അവിടെ ഗുളിക ഉണ്ടെന്ന് പറഞ്ഞു മിസ്സിൻ്റെ കയ്യിൽ. അപ്പോൾ എല്ലാവരും അങ്ങ് പല വഴിക്കായപ്പോൾ, അപ്പോൾ ഇതിങ്ങനെ കയറി എത്ര കിലോമീറ്റർ ദൂരെ പോകണം ഇതിൻ്റെ മുകളിൽ എത്തണമെങ്കിൽ. ടോപ്പിൽ നല്ല ഭംഗിയാണ്, ടോപ്പിൽ നിന്നാൽ നല്ല വ്യൂ ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും എനിക്ക് വയ്യാണ്ടായി. ഞാൻ വീഡിയോ ഇങ്ങനെ പിടിക്കുന്നെങ്കിലും എനിക്ക് ഒട്ടും വയ്യാണ്ടായങ്ങ്. അപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് എല്ലാവരും കയറിപ്പോയി. ഞാൻ പൊക്കോളാൻ പറഞ്ഞു. ഞാനിങ്ങനെ ആകെ വയ്യാണ്ടിരുന്ന് കുറേ കഴിഞ്ഞു കുറച്ചൊന്നും ഓക്കെ ആയപ്പോൾ ഞാൻ പിന്നെ ഈ വീഡിയോ എടുത്തത്. ബാക്കിലോട്ടാണ് കാണുന്നത്, ഇങ്ങനെ കയറിപ്പോയത്. വിജനമായി കിടക്കുകയാണ്. ഫ്രണ്ടിൽ നമ്മുടെ അല്ല ട്രിവാൻഡ്രത്തെ ബാച്ചിൽ 6-7 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരിങ്ങനെ റീലൊക്കെ എടുക്കുമായിരുന്നു. അതുള്ളോടൊരു സമാധാനം ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ എല്ലാവരും തിരിച്ചു വന്നു.
കയറി ചെല്ലാഞ്ഞത് തന്നെ ഭാഗ്യം എന്നുള്ളവരും പറഞ്ഞ കാര്യം. ഇവരൊക്കെ ഇങ്ങോട്ട് കയറിയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്കും അത്ര ടയേർഡായി ക്ഷീണിച്ച് വന്നിരിക്കുമായിരുന്നു. ഞാൻ കയറി ചെന്നെങ്കിൽ നന്നായിട്ട് ഞാൻ അവിടെ വീണേനായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്ര എനിക്ക് വയ്യാതെയാണ് ഞാൻ അവിടെ ഇരുന്നത്, അവരുടെ പോകാൻ പറ്റാഞ്ഞത്. പക്ഷേ പോകാഞ്ഞത് ഭാഗ്യമായി. എന്തായാലും നമ്മൾ ബസ്സിലൊക്കെ കയറി. അപ്പോൾ നമ്മളിവിടെ അടുത്ത് വന്നേക്കുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ഭരിച്ചിരുന്ന കൊട്ടാരത്തിലാണ് കേട്ടോ. അവിടെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റത്തില്ല, ഫോണൊന്നും അലൗഡ് അല്ല കേട്ടോ. അങ്ങനെ പിന്നെ 10 രൂപയൊക്കെ കൊടുത്താൽ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാമെന്നാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മളെല്ലാവരും കൂടെ അവിടെ നിൽക്കുമായിരുന്നു. ഇപ്പോഴും എനിക്ക് ക്ഷീണം മാറിയിട്ടില്ല, നന്നായിട്ട് ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാനിങ്ങനെ എടുത്തു. ശരിയായിട്ടൊന്നും ഇല്ല കേട്ടോ വീഡിയോസൊന്നും എടുത്തത്. അപ്പോൾ ഇവിടെ ഞാൻ ഫസ്റ്റായിട്ട് വരുന്നത്, ഇതുവരെ വന്നിട്ടില്ല, ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് വരുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു കൊട്ടാരത്തിനകത്ത് കയറിയപ്പോൾ ഇപ്പോഴും അതിൻ്റെ ഒരു ഫീല് മനസ്സിൽ നിന്ന് മാറിയിട്ടില്ല. കാര്യം ചില സ്ഥലങ്ങളിലെത്താൻ നമുക്ക് പേടിയാവും. എന്തോരം വലിയ ഹാളുകളാണ്, ഓരോ റൂമുകളായിട്ട്, റൂമെന്നൊക്കെയാണ് അവർ ഓരോരുത്തരും രാജാവും ഒക്കെ താമസിച്ചിരുന്ന ഓരോ റൂമുകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഫീലാണ്. ഇപ്പോഴും മനസ്സിൽ നിന്ന് അത് പോയിട്ടില്ല. ഈ തടികളൊക്കെ എന്ന് വെച്ചാൽ എന്ത് ഇതായിട്ടാണ് അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇപ്പോഴും അവിടെ കാണാൻ കഴിയുന്നത്. ഇത് അവിടുത്തെ ഒരു കുറച്ച് ഭാഗം ഞാൻ എടുത്തതാണ്, ജസ്റ്റ് ഒന്ന് എടുത്തതേ ഉള്ളൂ കേട്ടോ വീഡിയോസ്. അങ്ങനെ വീഡിയോസൊന്നും എടുക്കാൻ അവർ സമ്മതിച്ചില്ല, അവർ പറഞ്ഞ് എടുക്കാൻ പറ്റില്ലെന്ന്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണുമായിരിക്കില്ലേ, അവിടുത്തെ മരിച്ചുപോയ ആത്മാക്കളൊക്കെ കാണുമായിരിക്കില്ലേ. അപ്പോൾ നമ്മളങ്ങ് പുറത്തിറങ്ങി കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോസ് എടുക്കാമെന്ന് അവിടുത്തെ ഒരാൾ പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. ഹായ് ഹായ് പറഞ്ഞ ശിവാനി, ഹായ്. ഇക്കൂട്ടെ ഹായ് പറ, ഇവിടെ നോക്കി പറ ഹായ്. ഒരു ഉമ്മ കൊടുത്തേ. കുറേ നമ്മളിങ്ങ് നടന്നു വന്നപ്പോഴാണ് ഈ ഒരു ഭാഗമൊക്കെ കാണുന്നത്. കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണിത്. അതവിടെ ഒരു കുളമാണ്, അവരൊക്കെ കുളിച്ചിരുന്ന നീരാടിയ കുളമാണ് ഇതെന്നാണ് പറയുന്നത്. അതൊക്കെ നശിച്ച് കിടക്കുവാണ് അവിടെ. അപ്പോൾ ഇവിടെ നിന്ന് സാറ് ഫോട്ടോ എടുക്കുവാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ കുറേ തൂണ് പോലെ കെട്ടി വെച്ചേക്കുന്നുണ്ട്, പാറ വെച്ച്. അതൊക്കെ നമ്മളിപ്പോൾ ഫില്ലറിന് അന്ന് കൊടുത്തേക്കുന്ന, അതിന് പകരം കൊടുത്തേക്കുന്ന സംഭവങ്ങളാണിത്. നമ്മൾ കണ്ടു, കിച്ചൺ ഭാഗമൊക്കെ നമ്മൾ ഊട്ടുപേരെ 2000 പേർക്ക് ഇരുന്ന് ഫുഡ് കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞു. ഇത് പിന്നെ വേറൊരു ഭാഗമാണ്, അവിടെ ഈ നാട്ടുകല്ല് പോലെയൊക്കെ കുറേ സംഭവങ്ങൾ കൊടുത്തേക്കുന്നു. ഇത് ആ കൊട്ടാരത്തിൻ്റെ വേറൊരു ഭാഗമാണ് കേട്ടോ. അവിടെയും ഒരു കൊട്ടാരം പോലൊക്കെ തന്നെ കാണുന്നു. എന്താ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഇത് നമ്മുടെ ശോഭന ചേച്ചി ഡാൻസ് കളിച്ച മണ്ഡപമാണ് കേട്ടോ. അത് അപ്പോൾ അവിടെ വന്നപ്പോൾ തൊട്ടേ പ്രിജി ഇങ്ങനെ മണിച്ചിത്രത്താഴിലെ പാട്ടിങ്ങനെ പാടിക്കൊണ്ട് നടക്കണം അതിനകത്ത് കയറിയപ്പോൾ തൊട്ടേ. അപ്പോൾ ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറേ ഫാമിലീസും ഒക്കെ ഉണ്ട്, ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇത് കാണാനായിട്ട്. അതിനകത്ത് കയറിയിട്ട് ഇറങ്ങിയപ്പോൾ തൊട്ട് സത്യം പറഞ്ഞ വല്ലാത്തൊരു മനസ്സിന് വേറൊരു ഇതായിരുന്നു മൈൻഡ്. അപ്പോൾ ഇവിടെ നമ്മളെ പാറ ഇങ്ങനെ കട്ട ഷേപ്പിൽ വെച്ചിട്ടൊരു കിണറാണ്. ഇപ്പോഴും അതൊക്കെ പണ്ടത്തെ ഞാൻ തോന്നുന്നു 470 സംതിങ് വർഷം മുന്നേ ഉള്ള കൊട്ടാരം എന്നാണ് പറയുന്നത്. അതിനകത്തുനിന്ന് കയറണം, അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെ. കുട്ടികളെ കൊണ്ട് ഉറപ്പായിട്ടും കാണിക്കണം. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ട് ആർക്കും വെജ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കുറച്ച് പേര് നോൺ വെജ് കഴിക്കാനായിട്ട് വന്നു. അപ്പം നമ്മൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. നെക്സ്റ്റ് നമ്മൾ വന്നത് വട്ടക്കോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് കേട്ടോ. ഒരു ഹായ് പറഞ്ഞേ. അപ്പോൾ നമ്മളിതിനകത്ത് കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളതിനകത്ത് ടിക്കറ്റ് എടുത്ത് കയറി. വളരെ വിശാലമായൊരു വലിയൊരു കോമ്പൗണ്ടാണ്. അതിനകത്ത് ഒരുപാട് ഫോട്ടോസ് എടുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ മരത്തിലൊക്കെ കയറിയിരുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ പല വർണ്ണത്തിലുള്ള യൂണിഫോം ഇട്ടുകൊണ്ട് കുട്ടികൾ പോകണു. തമിഴ്നാട് സ്കൂളിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്തൊരു കുളം കണ്ടോ, ഒരു നല്ല ഭംഗിയുണ്ട്, നല്ല വൃത്തിയാക്കി നീറ്റായിട്ട് അവിടെ വെച്ചേക്കുവാണ്. അപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ചുറ്റും കടലാണ്. അതെന്താണ് സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ
ഈ പാറക്കെട്ടിന് ചുറ്റും ഇങ്ങനെ ഇത് സ്ക്വയർ രീതിയിലാണ് കേട്ടോ ഇത്. അപ്പോൾ ഇങ്ങനെ അത് ചുറ്റും ഇങ്ങനെ കടൽ കിടക്കുവാണ്, നല്ല ഭംഗിയുള്ള. അപ്പോൾ ഈ കടലിനകത്ത് ഇറങ്ങാൻ ഒരു മാർഗവും കാണുന്നില്ല കേട്ടോ. എങ്ങനെ ഇറങ്ങുമെന്നൊരു മാർഗവും ഇല്ല. നമുക്ക് ഈ പാറയുടെ പുറത്ത് വരെ ഇങ്ങനെ കയറിയിരിക്കാം, അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ് നല്ല ഹൈറ്റിലാണ് ഈ സംഭവം പാറക്കെട്ട് നിൽക്കുന്നത്. നല്ല ആഴത്തിലാണ് കടൽ. കുട്ടികളിങ്ങനെ ഇരച്ചുകൊണ്ട് ഇങ്ങനെ ഓടിക്കൊണ്ട് വരുന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. അപ്പോൾ ഇതാണ് സംഭവം. ഈ പാറക്കെട്ടിന് ചുറ്റും ഇങ്ങനെ കടൽ കിടക്കുവാണ്. കടലിൻ്റെ നടുക്ക് പാറക്കെട്ട് കൊണ്ട് വെച്ചതാണോ, പാറക്കെട്ടിന് ചുറ്റും കടൽ കൊണ്ട് വെച്ചാണോ ഒന്നും അറിയാൻ വയ്യ കേട്ടോ. അപ്പം നമ്മളിവിടെ വന്ന് ദാഹം കാരണം കരിമ്പിൻ ജ്യൂസ് കുടിച്ച്, എനിക്കത്ര ഇഷ്ടമുള്ള സാധനമല്ല, കുടിക്കുന്നില്ല. അത്ര ദാഹം കാരണം അവിടെ ലൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ കന്യാകുമാരി എത്തി കേട്ടോ. നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വരുന്നൊരു പ്ലേസാണ് കന്യാകുമാരി. ഞാൻ ജൂലൈയിൽ വന്നതാണ്. പക്ഷേ കന്യാകുമാരി എത്ര വന്നാലും മടുക്കാത്തൊരു പ്ലേസാണ്. അത്ര മനോഹരമായ ഒരു പ്ലേസാണ്. എന്താ പറയുക, ഒരുപാട് ഉണ്ടല്ലോ, സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടല്ലോ. പക്ഷേ നമ്മളിത് കുറച്ച് കാണുമ്പോൾ തന്നെ അങ്ങ് നേരെ ഇട്ടിട്ടും. അപ്പോൾ നമ്മളിവിടെ ഒരു എന്താ പറയുക, ഒരു മഹാദേവൻ്റെ ഒരു ടീഷർട്ട് കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. ആദിയോഗിയാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ ഷോപ്പുകളും ഒക്കെ അറിയാമല്ലോ, നല്ല വിലക്കുറവാണ് കേട്ടോ. ഇപ്പോൾ ഫുഡിനായാലും അല്ലാത്തുള്ള സാധനങ്ങൾക്ക് വിലക്കുറവാണ്. നമ്മളിവിടുന്ന് മസാല വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ചേട്ടൻ പറഞ്ഞു ഒരു സിനിമ നടിയുടെ മുഖച്ഛായയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനും ചൊക്കടി മാത്രമേ അത് കേട്ടോളൂ കേട്ടോ. ചൊക്കടിക്ക് അറിയാവുന്ന ഏത് സിനിമ നടിയെ പറഞ്ഞെന്നുള്ളത്. അങ്ങനെ ഒരു കുഞ്ഞു വാവ കിടന്നിങ്ങനെ ഉറങ്ങുവാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ, അപ്പോൾ സാറ് നമ്മളോട് പറഞ്ഞു അസ്തമയം കാണാനാണ് നിൽക്കുന്നത്, അത് കഴിഞ്ഞ് പെട്ടെന്നൊക്കെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ അസ്തമയമൊന്നും കണ്ടില്ല. നമ്മൾ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി കിടന്നപ്പോഴത്തേക്ക് അസ്തമയമൊക്കെ അങ്ങ് പോകേണ്ട വഴിക്ക് അങ്ങ് പോയി വന്നിട്ട് ഇവിടെ ഇന്നാലൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മൾ കണ്ടില്ല കേട്ടോ. നമ്മളപ്പോൾ വേറെ എങ്ങോട്ടൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുമായിരുന്നു. അപ്പോഴത്തേക്കും ഇവിടുത്തെ ഒരു പ്രത്യേകത അറിയാമല്ലോ, പെട്ടെന്ന് അങ്ങ് നേരെ ഇരുട്ടും. നമ്മൾ സമയം പോകണം അറിയത്തില്ല, നേരെ ഇരുട്ടി കഴിഞ്ഞു. അപ്പോൾ 6 മണിക്ക് നമ്മളടുത്ത് റിട്ടേൺ പോയാൽ നമുക്ക് കൊല്ലത്തേക്ക് എത്താമെന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നടന്നില്ല. 6 മണിക്കും 6:30ക്കും ഒന്നും അവിടെ നിന്ന് ഇറങ്ങാൻ കഴിഞ്ഞില്ല. പിന്നെയും അങ്ങോട്ടും തെക്കോട്ടും വടക്കോട്ടും ഒക്കെ ഇങ്ങനെ പൊക്കോണ്ടിരുന്നു പിള്ളേർ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. അങ്ങനെ നമ്മൾ പിന്നെയും ബസ്സിൽ കയറി. അങ്ങനെ ലാസ്റ്റത്തെ ഡാൻസ് തുടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി. എനിക്ക് പിന്നെയും കിളി പോയി, ഒമറ്റിക്കിൻ്റെ ടെൻഡൻസി വന്ന് പിന്നെയും ഗുളിക വെച്ച് ഫുഡ് കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഇനി ഇങ്ങനെയുള്ള ടൂറുകൾ പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടെ പറ. ടാറ്റ. ഉമ്മ ടാറ്റ പറ.
സ്റ്റാർട്ട്.